ലോസ് ആഞ്ചൽസിലെ കാട്ടുതീയിൽ വീട് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വിവരിക്കുന്നതിനിടെ ഹോളിവുഡ് താരം ജെയിംസ് വുഡ CNN ചാനലിൽ വികാരഭരിതനാവുന്നത് ലോകം കണ്ടതാണ്. നേരത്തെ ഫലസ്തീനികളെ കൊന്നൊടുക്കാൻ ആഹ്വാനം ചെയ്യുകയും ഗസ വെടിനിർത്തലിനെ ശക്തമായി എതിർക്കുകയും ചെയ്തയാളായിരുന്നു ഈ അമേരിക്കൻ നടൻ. കിറ്റ് ദം ഓൾ എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് ഗസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിന് ഇയാൾ കൈയടിക്കുന്ന പോസ്റ്റുകൾ ഇപ്പോൾ പങ്കുവെക്കുകയാണ് സോഷ്യൽ മീഡിയ. വെടിനിർത്തൽ നടപ്പാക്കരുതെന്ന് ആഹ്വാനം ചെയ്ത പോസ്റ്റ്, ആരെയും ബാക്കി വെക്കരുതെന്നും എല്ലാവരെയും കൊന്നെടുക്കണമെന്നും ആക്രോശിച്ച് പോസ്റ്റ് എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ഗസയിൽ ഇസ്രായേൽ തുടർച്ചയായി നടത്തിയ ബോംബാക്രമണത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട ഫലസ്തീനികളോട് നടൻ കാണിച്ച ക്രൂരതകൾ ചൂണ്ടിക്കാട്ടി രൂക്ഷ വിമർശനമാണ് നടനെതിരെ ഉയരുന്നത്. ഗസയിലെ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇരുന്ന് നിസ്സഹായരായി കരയുന്ന ഫലസ്തീനികളുടെ ചിത്രം പങ്കുവച്ച് ഒരു ദയവും കാണിക്കേണ്ട, എല്ലാവരെയും കൊന്നുകളയണം എന്നായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് നടൻ ആഹ്വാനം ചെയ്തിരുന്നത്. ഇപ്പോഴിതാ തീപിടുത്തത്തിൽ വുഡ്സിൻ്റെ വീടും ചാരമായിരിക്കുന്നു. 2 തവണ ഓസ്കാർ നാമനിർദ്ദേശം നേടുകയും 3 തവണ എമ്മി പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്ത ഹോളിവുഡ് നടനാണ് ജെയിംസ് വുഡ്. കാലിഫോർണിയയിലെ കാറ്റ് ശക്തമായി തുടരുന്നത് മൂലം നിയന്ത്രിക്കാനാകാതെ കാട്ടുതീ പടരുകയാണ്. കൂടുതൽ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ 2.5 ലക്ഷത്തോളം പേരെയാണ് ഒഴിപ്പിച്ചത്. 13,500 കോടി US$ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക കണക്ക്. തീപിടുത്തത്തെ തുടർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കൊല്ലപ്പെട്ടവർ 11ആയി. US ചരിത്രത്തിൽ ഏറ്റവും ചിലവേറിയ പ്രകൃതി ദുരന്തമായി ഇതിനകം കാലിഫോർണിയ തീപിടുത്തം മാറിയിട്ടുണ്ട്. ആകെ നാശനഷ്ടം $15,000 കോടി ആകുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ അക്യുവെദർ അറിയിച്ചു. അമേരിക്ക കണ്ട ഏറ്റവും നാശം വിതച്ച തീപിടുത്തമായി ഇത് മാറുമെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറ്റോണിൽ മാത്രം 5,000-ലധികം കെട്ടിടങ്ങൾ കത്തിനശിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുവരെ 10,000-ലധികം കെട്ടിടങ്ങളാണ് കത്തിനശിച്ചതെന്നാണ് ഔദ്യോഗിക കണക്ക്. തീ വ്യാപിക്കാൻ കാരണമായ ശക്തമായ കാറ്റ് തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആരിടത്താണ് തീപിടുത്തമുണ്ടായത്? ഇവയെല്ലാം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും സജീവമായി തുടരുകയാണ്. തീയണക്കാൻ വിമാനങ്ങളും മറ്റും ഉപയോഗിച്ച് ശ്രമം നടത്തുന്നുണ്ട്. അഗ്നിരക്ഷാ സേനയുടെ ശ്രമം വിഫലമാകുന്ന കാഴ്ചയാണ്. തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരാതിരിക്കാനാണ് ശ്രമം. എന്നാൽ തീപിടുത്തത്തിൻ്റെ വ്യാപ്തി വളരെ വലുതായതിനാൽ ഇത്തരം ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ്.